2024 ഒക്ടോബറിലാണ് കുറുവാ സംഘം ആലപ്പുഴയിൽ മോഷണം ആരംഭിക്കുന്നത്. ഇത് കുറുവാ സംഘമാണെന്ന് തിരിച്ചറിയുന്നത് മോഷണ രീതിയിൽ നിന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നുമാണ്. കാരണം ഈ കുറുവാ സംഘം മോഷണത്തിനെത്തുന്നത് അർദ്ധനഗ്നരായിട്ടായിരിക്കും, മുഖം മറച്ചിരിക്കും. എന്നു മാത്രവുമല്ല, വീടിൻ്റെ പിൻഭാഗം കുത്തിത്തുറന്നാണ് ഇവർ വീടിനകത്തേക്ക് കയറുക. ഇങ്ങനെ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നിരവധി ഇടങ്ങളിൽ മോഷണം നടന്നു. അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിരുന്നു. രാത്രിയിൽ ആളുകൾ വടിയും മറ്റുമായി കുറുവാ സംഘത്തെ തിരഞ്ഞ് നാട്ടിലൊക്കെ ഇറങ്ങുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് അന്ന് ആലപ്പുഴ SP ആയിരുന്ന മോഹനചന്ദ്രൻ പ്രത്യേക ഒരു സംഘത്തെ കുറുവാ സംഘത്തെ പിടിക്കാൻ വേണ്ടി നിയോഗിച്ചു. ദിവസങ്ങൾ നീണ്ട അന്വേഷണം എത്തിയത് എറണാകുളത്തേക്കാണ്. കാരണം ആലപ്പുഴയിൽ മോഷണം നടത്തുന്ന സംഘം എറണാകുളത്തായിരുന്നു തമ്പടിച്ചിരുന്നത്. കുണ്ടന്നൂർ പാലത്തിനടിയിലെ ഒരു തമിഴ് കുടുംബത്തിലേക്കാണ് അന്വേഷണം എത്തുന്നത്. മണ്ണഞ്ചേരി പോലീസ് അവിടെ എത്തി. അപ്പോഴേക്കും ഈ സന്തോഷ് സെൽവം എന്നുള്ള സംഘത്തിലെ പ്രധാനി പോലീസിനെ കണ്ട് കായലിൽ ചാടി. പോലീസ് അവിടെ നിന്ന് ഇയാളെ പിടികൂടി പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോൾ അയാളുടെ ഭാര്യയും കുടുംബാംഗങ്ങളുമൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സന്തോഷ് സെൽവത്തിൽ നിന്നാണ് കട്ടുപ്പൂച്ചനെ കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കട്ടുപ്പൂച്ചനെ മധുരയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളെ കേരളത്തിലെത്തിക്കുകയും ചെയ്തു. കട്ടുപ്പൂച്ചനെയും സന്തോഷ് സെൽവത്തെയും പ്രതിയാക്കി 3 കേസാണ് മണ്ണഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിന്റെ വിചാരണയാണ് ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പൂർത്തിയായത്. അതിൽ ഒരു കേസിന്റെ വിധിയാണ് ഇന്ന് പറഞ്ഞത്. കേസിൽ കട്ടുപ്പൂച്ചനെ കോടതി വെറുതെ വിട്ടു. മതിയായ തെളിവുകൾ കട്ടുപ്പൂച്ചനെതിരെ ഇല്ലെന്നും ഒപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ലെന്നും കണ്ടെത്തിയാണ് കോടതിയുടെ നടപടി. കേസിലെ 1ാം പ്രതിയായ സന്തോഷ് സെൽവത്തെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. മോഷണത്തിനും മോഷണ ശ്രമത്തിനും 2 വർഷം വീതം തടവും 25,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. 2ാം പ്രതി കട്ടുപ്പൂച്ചനെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ മീഡിയക്കാർക്ക് കാണാൻ പറ്റും. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ പാർട്ടി പോപ്പർ പൊട്ടിച്ച് പ്രതിയുടെ മുഖം മറയ്ക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ടോൾസനെ ഷോള് പുതപ്പിച്ച് DYSP കയറ്റുന്ന ഒരു സാഹചര്യം എവിടെയും കണ്ടിട്ടുണ്ടോ? അതായത് ഐഡൻറ്റിഫിക്കേഷൻ രാത്രിയിലാണ് സംഭവം നടന്നത്. പ്രതികളെ കണ്ട് തിരിച്ചറിയാനുള്ള ആൾക്കാർ അവിടെ നിൽക്കെ പ്രതിയുടെ മുഖം മറയ്ക്കാതെ പോലീസ് സ്റ്റേഷനിലെത്തി മീഡിയ പബ്ലിസിറ്റി വേണ്ടി നടത്തിയ ഒരു പോലീസ് ആക്ഷൻ്റെ ഫലമാണ് ഈ 2ാം പ്രതിയുടെ ആക്ടിവിറ്റികളെന്ന് പറയുന്നത്. സ്ഥിരം മോഷ്ടാക്കളായ കട്ടുപ്പൂച്ചനും സന്തോഷ് സെൽവവും അധികം വൈകാതെ തന്നെ ജയിൽ മോചിതരാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. കട്ടുപ്പൂച്ചൻ മുൻപും കേരളത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഇയാൾക്ക് ശിക്ഷയിളവ് നൽകി വിട്ടയക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അയാൾ ജയിൽ മോചിതനാവാൻ പോവുകയാണ്. ഇയാൾ ഇനി മടങ്ങി കേരളത്തിലേക്ക് വന്ന് മോഷണം നടത്തില്ലെന്ന് എന്ത് ഉറപ്പാണ്?